ഫറുവിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. സ്വന്തം ഡ്രസ് ഷോപ്പ് തുടങ്ങണം എന്നത്. ജീവിതത്തിന്റെ തിരക്കിലും ചെലവുകളുടെ ഭാരത്തിലും ആ സ്വപ്നം പിന്നിലായി. പക്ഷേ അവളുടെ മനസ്സിൽ ആ സ്വപ്നം ഒരിക്കലും മാഞ്ഞുപോയില്ല. ഒരു പഴയ തുന്നൽ മെഷീൻ മാത്രം. പക്ഷേ അതിൽ നെയ്തിരുന്നത് വസ്ത്രങ്ങളല്ല, പ്രതീക്ഷകളായിരുന്നു. ഷഫീഖ് അവളുടെ കണ്ണുകളിൽ സ്വപ്നം കണ്ടു. ഓരോ തുണിയിലും അവൾ നെയ്തത് നിറമല്ലായേ, അതൊരു സ്നേഹമായിരുന്നു. നീ ഇത്രയും വൈകിയും തുന്നുന്നത് എന്തിനാ ഫറു? നാളെ ഒട്ടേറെ ഓർഡറുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. നിനക്ക് ഒരിക്കൽ സ്വന്തം ഷോപ്പ് വേണം അല്ലേ? സ്വപ്നം കാണാം. പക്ഷേ എപ്പോഴായിരിക്കും അതെല്ലാം? അവളുടെ ആ വാക്ക് ഷഫീഖിന്റെ മനസ്സിൽ മുഴങ്ങി. എനിക്ക് എന്റെ ഷോപ്പ് വേണം, അതായിരുന്നു അവൻ കേട്ട ഏറ്റവും മനോഹരമായ സ്വപ്നം. അവൻ തീരുമാനിച്ചു, അതിനായുള്ള എല്ലാം ചെയ്യണം. അവൻ മനസ്സിൽ തീരുമാനിച്ചു, അവളുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. പകൽ ജോലിയും രാത്രി ഒരുക്കങ്ങളും. ഒരിക്കലും പറയാതെ മനസ്സിൽ ഒളിച്ചൊതുക്കി അവൻ തുടങ്ങിപ്പോയി ആ സ്നേഹത്തിന്റെ സർപ്രൈസ്. ഷോപ്പ് പെയിന്റ് ചെയ്യുന്നു, പുതിയ തുണിത്തരങ്ങൾ തൂക്കുന്നു, ലൈറ്റുകൾ കൊളുത്തുന്നു. അവസാനം ബോർഡിൽ അവൻ എഴുതി, കെൻസ ഫാഷൻ. അവൻ ഒന്നും പറഞ്ഞില്ല. ആ ദിവസം വൈകുന്നേരം ഫറുവിന്റെ കണ്ണ് മൂടി അവളെ എവിടെയോ കൊണ്ടുപോയി. കണ്ണ് തുറക്കൂ. ഇത് എന്റെ ഷോപ്പാ. അതെ, നിന്റെ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി. നീ ഇതെല്ലാം എങ്ങനെ? സ്വപ്നം കാണുന്നത് നിനക്കാണ്, അതിനെ യാഥാർത്ഥ്യമാക്കുന്നത് എനിക്കാണ്. അടുത്ത ദിവസങ്ങളിൽ കെൻസ ഫാഷൻ തന്റെ വാതിലുകൾ തുറന്നു. പുതിയ വസ്ത്രങ്ങൾ, പുത്തൻ നിറങ്ങൾ, ഒരു സ്വപ്നത്തിന്റെ നിറമുള്ള ലോകം. ഒരു സ്വപ്നം രണ്ടുപേർ ചേർന്നാൽ അതിന് അതിരുകളില്ല. സ്നേഹവും വിശ്വാസവും ചേർന്നാൽ അതിന് കരുത്തുണ്ട്. ഇതാ ഫറുവിന്റെ സ്വപ്നം, ഷഫീഖിന്റെ സമ്മാനം. കെൻസ ഫാഷൻ ഉടൻ തുറക്കുന്നു. ഓരോ വസ്ത്രത്തിലും സ്നേഹത്തിന്റെ നൂൽ നെയ്തിരിക്കുന്നു.